ഹായ് ഗൈസ് അപ്പോൾ ഇന്നൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. സോ രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മളിതേ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. സോ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ദേ ഇവനെ ഞാൻ കണ്ടത് കേട്ടോ. ഇവൻ കുറച്ച് നേരം അവിടെ അലന്നിരുന്ന് കിടന്നിട്ട് പിന്നെ നേരെ മതിലിലേക്ക് കയറിയായിരുന്നേ. കയറിയപ്പോഴത്തേക്കാണ് ഞാനൊരു കാര്യം കണ്ടത്. അവനെ വട്ടം വിട്ട് കുറേ കൊതുകുകൾ പറക്കുന്നു. അതിലൊരു കൊതുക് അവൻ്റെ കാലിൽ വന്ന് കടിക്കുന്നുണ്ട്. പക്ഷേ വേദന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി അതിനെ തട്ടി മാറ്റിയത് കണ്ടില്ലേ. കുത്തുന്ന് നോക്കിക്കേ. പക്ഷെ അവനൊന്നും ഒരു കുഴപ്പമില്ലാത്ത പോലെ നിൽക്കുന്നേ. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ കോളേജിലേക്ക് എത്തി. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് മൺഡേ ആയതുകൊണ്ടിട്ട് എന്നേക്കാളും ലേറ്റ് ആയിട്ടാണ് പല ആൾക്കാരും എത്തിയിട്ടുണ്ടായത്. ഞാൻ കോളേജിലെത്തിയപ്പോൾ അധികമൊന്നുമല്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേ ഈ കാണുന്ന മരം കണ്ടില്ലേ ഗൈസ്, ഇത് നമ്മുടെ ഗുൽമുഹ ട്രീയുടെ പൂക്കളാണ്ട് ഈ താഴെ വീണ് കിടക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇപ്പോൾ കോളേജിൽ ഈ മരം ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പൂ വീണ് കിടക്കുന്ന നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പം അതിൻ്റെ അവിടെയായിട്ടൊരു മരം ഉണ്ട് ട്ടോ. ആ മരത്തിൽ നിന്ന് ഇപ്പോൾ കുറേ പുഴു ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങുന്നുണ്ട്. ഞാനത് അതിൻ്റെ അടിയിൽ കൂടെ വന്ന ആൾക്കാരോട് പറഞ്ഞു, "അതിൽ കൂടെ പോകല്ലേ, പുഴു തൂങ്ങി ഇറങ്ങുന്നുണ്ടെന്നൊക്കെ" പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗൈസ് ഒരു പുഴു എൻ്റെ ബാഗിൽ കയറിയത്. ഇത് കണ്ടില്ല. പക്ഷെ ഞാൻ അതിനെ വേറെ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. കാരണം അതൊരു പാവം ജീവിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ചെടിയിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോളേജ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഈ വിഷ്വൽ കാണാൻ നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹേൽ. ഇവൻ എപ്പോഴും തലവേദന എന്ന് പറഞ്ഞ് മാസി വരും. തല കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ നാരായണ ഹോട്ടലിൽ വന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നേ. അങ്ങനെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാഥാലയത്തിൽ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ട് പഴയ വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 3 മാസം കൂടുമ്പോഴത്തേക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് ഡ്രസ്സാണ് ഞാൻ അവർക്ക് കൊടുത്തത്. കാരണം നമുക്ക് പൈസയായിട്ട് സഹായിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ സഹായിക്കുന്ന കുറച്ചും കൂടെ നല്ല കാര്യമല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.